ഹലോ അസ്സാം വലൈക്കും. അപ്പം നമുക്ക് എങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു കട്ട്ലറ്റ് ഉണ്ടാക്കാൻ നോക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 വലിയ ഉള്ളി, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി. പിന്നെ വേണ്ടത് ഒരു 2 മീഡിയം സൈസ് പൊട്ടറ്റോ, ചെറുതാണെങ്കിൽ 3 എണ്ണം. എന്നപ്പോൾ നമ്മൾ ചിക്കൻ കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കന് മഞ്ഞളും ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ വേവിക്കുന്നതിന് മുന്നേ നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അന്നപ്പോൾ ഇങ്ങനെ ചെയ്താൽ ചിക്കന് വേഗം വെന്ത് പൊരിച്ചെടുക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. എന്നിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് അതിലോട്ടേക്കൊരു പാന് വെച്ചിട്ട് നമ്മൾ സവാള ഒന്ന് വാട്ടിയെടുക്കാം. എന്നപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ സൈസുള്ള ഒരു വലിയ ഉള്ളിയാണ്. ചെറുതാണെങ്കിൽ 2 എണ്ണം. ആ ഒരു കണക്കിലെടുക്കാൻ നോക്കുക. പൊട്ടറ്റോവും 2 സൈസ് മീഡിയം സൈസും, മീഡിയം സൈസാണെങ്കിൽ 2 എണ്ണം, ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കാം. എന്നിട്ട് നന്നായി അടച്ച് വെച്ച് വേവിക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്കൊരു പേസ്റ്റ് തയ്യാറാക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പ് ഇതൊക്കെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് നമ്മളെ ഈ സവാള നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം മാത്രം നമ്മുടെ ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം മാത്രമേ നമ്മളെ മസാലകൾ ഇടാൻ പറ്റുള്ളൂ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ചിക്കൻ മസാല, കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. എരിവ് നല്ലോണം ആവശ്യമുള്ളവർ മാത്രം കുരുമുളക് പൊടി ഇടുക. പച്ചമുളക് ഇടുന്നതിനെ കൊണ്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ പൊട്ടറ്റോ നന്നായിട്ട് കൈ വെച്ചിട്ടോ തവി വെച്ചിട്ടോ നന്നായിട്ട് ഉടച്ചെടുക്കുക. ചിക്കന് നന്നായിട്ട് ഉടച്ചെടുക്കുക. അതിന് ശേഷം നമ്മളെ മസാലയിലോട്ടേക്ക് കറിവേപ്പില അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം നമ്മൾ ഈ ചിക്കന് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ബാക്കി കാര്യങ്ങൾ ചേർക്കുക. അപ്പോൾ ചിക്കൻ ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ നല്ലോണം കട്ട്ലറ്റിലേക്ക് നല്ല കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന് മുന്നേ തന്നെ നമ്മൾ ഒരു ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് വേവിച്ചതിന് ശേഷമാണ് നമ്മളിത് വീണ്ടും പൊരിച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ പൊട്ടറ്റോ ഈ മിക്സിലേക്ക് ചേർക്കുക. ചിക്കൻ ചേർത്തതിന് ശേഷം പൊട്ടറ്റോ മിക്സ് ആക്കി കൊടുക്കുക നന്നായിട്ട്. നമ്മളിതിലേക്ക് എന്നിട്ട് കുറച്ച് റസ്ക് പൊടിയോ ബ്രെഡ് പൊടിയോ മിക്സ് ആക്കിയാൽ അത്യാവശ്യം നല്ല ടൈറ്റിൽ ഈ മസാല ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് അതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ഉണ്ടെങ്കിൽ മാത്രം കോൺഫ്ലവർ ഒന്ന് വെള്ളത്തിലിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മുട്ട ഒഴിച്ച് കൊടുത്തതിന് ശേഷം മിക്സ് ആക്കിയിട്ട് നമ്മൾ കട്ട്ലറ്റ് മോൾഡ് ഉണ്ടെങ്കിൽ അത് എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലോ ഇഷ്ടമുള്ള ഷേപ്പിലോ എടുത്തതിന് ശേഷം എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ കൈ കൊണ്ടാണ് ചെയ്തത്. അപ്പോൾ ഷേപ്പ്ലെസ് ആയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഒരു പാനിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഈ ബ്രെഡ് പൊടി ഉള്ളവർ ബ്രെഡ് പൊടി മിക്സിലേക്ക് ചേർക്കുക ഈ മസാലയിലേക്ക്. ഇല്ലാത്തവർ റസ്ക് പൊടിയാണെങ്കിലും അതും പറ്റും. എന്നിട്ട് ഇതിൻ്റെ ബീഫ് കട്ട്ലറ്റിൻ്റെ റെസിപ്പി വേറെ ഉണ്ട്, ആവശ്യമുള്ളവർ പറയാം. അപ്പോൾ ഇതാണ് നമ്മളെ കട്ട്ലറ്റ്. അപ്പം ഇഫ്താറിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.